കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നിന്നുള്ളൊരു ന്യൂസ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയിരുന്നു. ഗിർ ലാൻഡ്സ്കേപ്പിന്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ തുടർച്ചയായി ലയൺ അറ്റാക്സ് റിപ്പോർട്ട് ചെയ്തു. ചില ഇൻസിഡൻസ് ഫേറ്റലായി, മറ്റുള്ളവർ സീരിയസ് ഇഞ്ചറീസും. ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയയും ഒരേ ഒരു ചോദ്യം ചോദിച്ചു: ഇന്ത്യയിലെ ലയൺസ് ഇപ്പൊ ഡേഞ്ചറസ് ആയോ? പക്ഷേ വൈൽഡ് ലൈഫിനെ കുറിച്ച് ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം. ഒരു ഇൻസിഡന്റിന്റെ പിന്നിൽ എപ്പോഴും അതിനേക്കാൾ വലിയൊരു സ്റ്റോറി ഉണ്ടാവും. ആ ഒരു കഥ മനസ്സിലാക്കാൻ ഹെഡ്ലൈൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവില്ല. നമ്മൾ കാണുന്നതിന്റെ അപ്പുറം നമ്മൾ നോക്കണം. ബിക്കോസ് സയൻസ്, എവല്യൂഷൻ, ബിഹേവിയർ, കൺസർവേഷൻ ഇവയെല്ലാം ചേരുമ്പോഴാണ് നേച്ചറുടെ യഥാർത്ഥ കഥ പൂർണ്ണമാവുന്നത്. വെൽക്കം ടു ബിയോണ്ട് ദ ഗ്ലാസ്. ഈ സ്റ്റോറി സിംഹങ്ങൾ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ചല്ല, ഒരു സ്പീഷീസിനെ എക്സ്റ്റിങ്ഷനിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അതിന്റെ വിജയം എങ്ങനെ ഒരു പുതിയ ചാലഞ്ചായി മാറി എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ലയൺസ് എന്ന് കേട്ട ആദ്യ ഓർമ്മ വരുന്നത് ആഫ്രിക്കയാണ്. എൻഡ്ലെസ് ഗ്രാസ് ലാൻഡ്സ്, സഫാരി ജീപ്സ്, വലിയ പ്രൈഡ്സ്. പക്ഷെ വേറൊരു പോപ്പുലേഷനും കൂടിയുണ്ട്. ലോകത്തിലുള്ള എല്ലാ വൈൽഡ് ഏഷ്യാറ്റിക് ലയൺസും ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. അതും ഗിർ നാഷണൽ പാർക്കിൽ മാത്രമല്ല, ഗിർ ലാൻഡ്സ്കേപ്പ് എന്ന് വിളിക്കുന്ന വലിയ ഇക്കോസിസ്റ്റത്തിലാണ്. എർത്തിലെ തന്നെ വൈൽഡ് ഏഷ്യാറ്റിക് ലയൺസിനെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഗിർ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതെപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. ഒരു കാലത്ത് പേർഷ്യ മുതൽ നോർത്ത് ഇന്ത്യ വരെ ഈ സിംഹങ്ങളുടെ രാജ്യമായിരുന്നു. ഫോറസ്റ്റുകളിലും ഗ്രാസ് ലാൻഡ്സുകളിലും അവർ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാറുണ്ടായിരുന്നു. പക്ഷേ രാജാക്കന്മാർ വന്നോടെ ഹണ്ടിങ് ഒരു സ്റ്റാറ്റസ് സിംബലായി മാറി. രാജാക്കന്മാർ ട്രോഫിക്ക് വേണ്ടി സിംഹങ്ങളെ വേട്ടയാടി. ഫോറസ്റ്റുകൾ കൃഷിഭൂമിയായി മാറി. അവരുടെ ഹാബിറ്റാറ്റ് കുറഞ്ഞു. ഓരോ വർഷവും അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു 1900 ആ ഒരു കാലഘട്ടത്തിൽ അവർ വെറും 20 സിംഹങ്ങൾ മാത്രം ബാക്കിയായി. ഒരു എൻറ്റയർ സബ് സ്പീഷീസ് എക്സ്റ്റിങ്ഷന്റെ വക്കിലെത്തി. ആ സമയത്താണ് ഗിർ ഫോറസ്റ്റ് അവരുടെ അവസാന ഹാബിറ്റാറ്റായി മാറുന്നത് കേട്ടോ. അവിടുത്തെ ജുനാഗുദ്ദീൻ നവാബ്മാരുടെ ഹണ്ടിങ് നിരോധിച്ചു. പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സയന്റിസ്റ്റ്, ലോക്കൽ മൽദാരി കമ്മ്യൂണിറ്റീസ്, കൺസർവേഷനിസ്റ്റ് ഇവരെല്ലാവരും കൂടിയിട്ട് ഈ സിംഹങ്ങളെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു. കുറേ കാലം നീണ്ട കൺസർവേഷൻ എഫേർട്സിന്റെ ഫലമായി ഇന്ന് അവരുടെ പോപ്പുലേഷൻ ഏകദേശം 900 സിംഹങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സക്സസ് സ്റ്റോറീസിൽ ഒന്നാണ് കേട്ടോ അത്. പക്ഷേ കൺസർവേഷനിൽ ഒരു കാര്യമുണ്ട്: ഓരോ കൺസർവേഷൻ സക്സസിന്റെ കൂടെയും പുതിയ ചാലഞ്ചസ് വരും. ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൺസർവേഷൻ വിജയിച്ചു, പക്ഷേ ഫോറസ്റ്റ് അതിന്റെ കൂടെ വളർന്നില്ല. ഒരു സിംഹത്തിന് സർവൈവ് ചെയ്യാൻ വലിയ ടെറിട്ടറി വേണം. എസ്പെഷ്യലി മെയിൽസ് മെച്യൂർ ആയാൽ സ്വന്തം ടെറിട്ടറി തേടി അവർ പുറത്തേക്ക് പോകും. അത് നേച്ചറിന്റെ ഒരു റൂളാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഏഷ്യാറ്റിക് ലയൺസ് നമ്മൾ കണ്ടിട്ടുള്ള ആഫ്രിക്കൻ ലയൺസിന്റെ പോലെ വലിയ ട്രൈബ്സിലല്ല ജീവിക്കുന്നത്. ഇവരുടെ ട്രൈബ്സ് പൊതുവെ ചെറുതാണ്. അഡൽട്ട് മെയിൽസ് പല സമയവും കോalitionആയി സെപ്പറേറ്റ് ആയിട്ടാണ് ടെറിട്ടറി പെട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യങ് മെയിൽസ് പുതിയ ടെറിട്ടറി തേടി കുറേ ദൂരം സഞ്ചരിക്കുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇന്ന് ഗുജറാത്തിൽ നമ്മൾ കാണുന്നത്. റോഡ്സ് ക്രോസ് ചെയ്യുന്ന ലയൺസ്, ഷുഗർ കെയിൻ ഫീൽഡിൽ കിടക്കുന്ന ലയൺസ്, വില്ലേജ് റോഡുകളിലൂടെ നടക്കുന്ന ലയൺസ്, കോസ്റ്റൽ സ്ക്രബ് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ലയൺസ്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിന്റെ ബൗണ്ടറി എന്ന കോൺസെപ്റ്റ് സിംഹങ്ങൾക്ക് അറിയില്ല. അവര് ഫുഡും ടെറിട്ടറിയും തേടി അവർ പുറത്തേക്ക് പോയി എന്ന് വരാം. വാസ്തവത്തിൽ ഇന്ന് ഏഷ്യാറ്റിക് ലയൺ പോപ്പുലേഷൻ വലിയൊരു ഭാഗം ഗിർ ലാൻഡ്സ്കേപ്പ് പാർക്കിന്റെ ഉള്ളിലല്ലോ ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ആ ഗിർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന അതിന്റെ ചുറ്റുപാടുള്ള വില്ലേജസ്, ഫാംസ്, സ്ക്രബ് ഫോറസ്റ്റ്, ഗ്രേസിംഗ് ലാൻഡ്സ് എന്നിങ്ങനെ പല ഇടങ്ങളിലായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്മാരും സിംഹങ്ങളും പരസ്പരം കാണുന്നത് ഇന്ന് അപൂർവമല്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവർ നമ്മുടെ ഇടത്തിലേക്ക് വന്നതല്ല, നമ്മളും അവരും ഒരേ ലാൻഡ്സ്കേപ്പ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഫലമാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്. റീസെന്റ് അറ്റാക്സ് കണ്ടപ്പോൾ പല പേരും സിംഹങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സയന്റിസ്റ്റ് അത്രയും വേഗം കൺക്ലൂഷൻസിൽ എത്തുന്നില്ല. അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈ ഇൻസിഡൻസിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അതിന്റെ എക്സാക്ട് റീസൺ കണ്ടുപിടിക്കാൻ. പോപ്പുലേഷൻ ഇൻക്രീസ് മാത്രമാണോ? ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതാണോ? ലൈഫ് സ്റ്റോക്ക് ഗ്രേസിംഗ്, നൈറ്റ് ടൈം മൂവ്മെന്റ്, ഇല്ലീഗൽ ലയൺ ടൂറിസം, റിപ്പീറ്റഡ് ഡിസ്റ്റർബൻസ്, അതോ ഇതൊക്കെ കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആണോ? സയൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ സമയം വേണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം: ഒരു ലയൺ അറ്റാക്ക് ഹെഡ്ലൈൻ ആവും, ന്യൂസ് ചാനൽസ് അത് ദിവസം മുഴുവൻ ഡിസ്കസ് ചെയ്യും. പക്ഷേ എത്രയോ കാലമായി ലയൺസും ഹ്യൂമൻസും ഒരേ ലാൻഡ്സ്കേപ്പ് ഷെയർ ചെയ്തിട്ടും ഒന്നും സംഭവിക്കാത്ത സ്റ്റോറീസ് ഹെഡ്ലൈൻസ് ആവുന്നില്ല. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ കോ എക്സിസ്റ്റൻസ് ഇല്ല എന്നല്ല അർത്ഥം. ഇന്ന് ഗിർ ലാൻഡ്സ്കേപ്പ് ലോകത്തിലെ ഏറ്റവും യുണീക്ക് കൺസർവേഷൻ എക്സ്പെരിമെന്റ്സിൽ ഒന്നാണ്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താ? ലയൺസിനെ റിമൂവ് ചെയ്യുകയല്ല, ഹ്യൂമൻസിനെ റീലൊക്കേറ്റ് ചെയ്യുക മാത്രവുമല്ല. പല വൈൽഡ് ലൈഫ് സയന്റിസ്റ്റ് പറയുന്ന ഒരു സൊല്യൂഷനാണ് ലയൺസിന്റെ റീലൊക്കേഷൻ. പോപ്പുലേഷൻ കൂടുമ്പോൾ സൂട്ടബിൾ ആയ മറ്റൊരു ലാൻഡ്സ്കേപ്പിൽ ഒരു സെക്കൻഡ് ഫ്രീ റേഞ്ചിങ് ഏഷ്യാറ്റിക് ലയൺ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുകൊണ്ട് ഗിർ ലാൻഡ്സ്കേപ്പിലെ പോപ്പുലേഷൻ പ്രഷർ കുറയുകയും പുതിയൊരു ബാക്കപ്പ് പോപ്പുലേഷനും നമുക്കുണ്ടാവും. ഈ ഒരു മെത്തേഡ് നല്ലതാണെന്ന് പറയാൻ കാരണം ലോകത്തിലുള്ള എല്ലാ വൈൽഡ് ഏഷ്യാറ്റിക് ലയൺസും ഇന്ന് ഒരു ലാൻഡ്സ്കേപ്പിൽ, ഒരു ഏരിയയിൽ മാത്രമാണ് ജീവിക്കുന്നത്. നാളെ ഒരു വലിയ ഡിസീസ് ഔട്ട്ബ്രേക്ക് ലൈക്ക് കാനൈൻ ഡിസ്റ്റംബർ വൈറസ് പോലെയുള്ള, അഥവാ
അഥവാ ഒരു മേജർ നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചാൽ ഈ ഒരു സ്പീഷീസിന്റെ വലിയ ഭാഗം തന്നെ ഒരുമിച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു വൈൽഡ് പോപ്പുലേഷൻ ഉണ്ടായാൽ ആ ഒരു റിസ്ക് വളരെ കുറയും. പക്ഷേ റീലൊക്കേഷൻ എന്ന് പറയുന്നത് അനിമൽസിനെ പിടിച്ച് മറ്റൊരു ഫോറസ്റ്റിൽ കൊണ്ടുപോയി വിടുന്നത് മാത്രമല്ല, അവരുടെ ഹാബിറ്റാറ്റ് സൂട്ടബിലിറ്റി, പ്രേ അവൈലബിലിറ്റി, ഡിസീസ് സ്ക്രീനിങ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി, ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ലോങ് ടേം മോണിറ്ററിംഗ്, ഇവയെല്ലാം സയന്റിഫിക് പ്ലാനിങ്ങോട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പലർക്കും ഓർമ്മ ഉണ്ടാവും ഇന്ത്യയിലെ ചീത്ത റീഇൻട്രൊഡക്ഷൻ പ്രൊജക്ടിനെ കുറിച്ച്. ഇന്ത്യയിലെ ചീത്ത റീഇൻട്രൊഡക്ഷൻ പ്രൊജക്ട് പോലെയുള്ള കൺസർവേഷൻ എഫേർട്സ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രാൻസ്ലൊക്കേഷൻ വളരെ കോംപ്ലക്സ് ആയ ഒരു കൺസർവേഷൻ എക്സസൈസ് ആണ്. ഒരു സ്പീഷീസിനെ മറ്റൊരു ലാൻഡ്സ്കേപ്പിൽ വിജയകരമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വർഷങ്ങൾ നീണ്ട സയന്റിഫിക് പ്ലാനിങ്ങും കണ്ടിന്യൂസ് മോണിറ്ററിംഗും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റീലൊക്കേഷൻ ഒരു സൊല്യൂഷൻ ആവാം, പക്ഷേ അതുകൊണ്ട് മാത്രം നിൽക്കില്ല. റിയൽ സൊല്യൂഷൻ സയൻസ് ബേസ്ഡ് കോ എക്സിസ്റ്റൻസിലാണ്. ലയൺ മൂവ്മെന്റ്സ് മോണിറ്റർ ചെയ്യുക, റാപ്പിഡ് റെസ്പോൺസ് ടീംസിനെ സ്ട്രെങ്തൻ ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ലൈഫ് സ്റ്റോക്ക് ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ടൂറിസം സ്ട്രിക്റ്റ് ആയി നിയന്ത്രിക്കണം, സയന്റിഫിക് എവിഡൻസ് അടിസ്ഥാനമാക്കി ഡിസിഷൻസ് എടുക്കണം. ബിക്കോസ് കൺസർവേഷൻ എന്ന് പറയുന്നത് അനിമൽസിനെ മാത്രം രക്ഷിക്കുന്നതല്ല, വൈൽഡ് ലൈഫും മനുഷ്യന്മാരെയും സുരക്ഷിതമായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ബാലൻസ് ഉണ്ടാക്കുന്നതാണ്. 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു സിംഹത്തിനെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോയിരുന്നു. ഇന്ന് അവരിതാ വീണ്ടും ഗിർ ലാൻഡ്സ്കേപ്പിൽ മൊത്തം അവരെ കണ്ടുവരുന്നു. നേച്ചർ റിക്കവർ ചെയ്യുമ്പോൾ നമ്മളും അഡാപ്റ്റ് ചെയ്യണം. ബിക്കോസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ isn't why are lions entering our villages? The real question is, can we protect India's last kings while also protecting the people who live beside them? This is Beyond the Glass, because every wild story has a deeper story if you're willing to look deeper. So ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ്.